സത്യമായിട്ടും ഞാൻ ഷക്കീല പടം കണ്ടിട്ടില്ല. ഞാൻ ഒരു ട്രിവിയ പറഞ്ഞാണ്. ഇതിൽ ബീപ്പൊന്നുമില്ല, ഇതിലൊന്നും ബീപ്പില്ല ഗൈസ്. ഇതിൽ നമ്മളൊന്നും ബീപ്പിടുന്നതല്ല. അത് പ്ലഷർ മൂവീസ്, അത് ഗിൽറ്റി പ്ലഷർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. നീ പറഞ്ഞോ, നമ്മളോട് പറയുന്ന പോലെ തന്നെ പറഞ്ഞേ. ഓക്കെ, സോ യെസ്, വെൽക്കം ബാക്ക് ഗൈസ്. എനിക്ക് ഫൈനലി വീഡിയോ കോളിൽ നിന്ന് ഒരു നല്ല സെറ്റപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒമർലുള്ളു ലൊക്കേഷൻ നിന്ന് രാജമലി ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചു പോകാം. ലൈക്ക് കുറേ നാളായി പ്ലാൻ ചെയ്തു നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ എല്ലാവരോടും സംസാരിക്കാം. അതെ, എന്തൊക്കെയോ ആരോഗ്യമൊക്കെയോ കാരണങ്ങളായി നടക്കാറില്ല, പോസ്റ്റ്പോണ്ടായി പോയി. അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. സോ ഇന്ന് നമ്മൾ ലൈക്ക് വാട്ട് വി ക്യാൻ ടോക്ക് ലൈക്ക് ഇതൊരു ചിൽ ഔട്ട് സെഷൻ. ലൈക്ക് സോ എനിക്ക് ചിൽ ഔട്ട് സെഷന് പറ്റിയ ടോപ്പിക് ഗിൽറ്റി പ്ലഷർ മൂവീസ് ആണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ലൈക്ക് എല്ലാവർക്കും ഓരോ ഗിൽറ്റി പ്ലഷർ മൂവീസ് ഉണ്ടാവും വിചാരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് പിടിക്കാമെന്ന്. ഗിൽറ്റി പ്ലഷർ ഒരുപാട് നമ്മൾ സംസാരിച്ച് ഇൻഫേമസ് ആയ ടോപ്പിക്കാണ്. ഗിൽറ്റി പ്ലഷർ കുറേ ഉണ്ട്. ഞാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴും ഭയങ്കര, എനിക്ക് ഇതിന് മുന്നേ നമ്മൾ എപ്പിസോഡ് ചെയ്തപ്പോഴും ബാംബു ബോയ്സ് അത് ഗിൽറ്റി പ്ലഷർ എന്ന് ഭയങ്കര ഇപ്പോഴും ഞാൻ റീവിസിറ്റ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാറ്. ഭയങ്കര ബ്രെയിൻ റോട്ടായിട്ട് തോന്നിയിട്ടുള്ള സിനിമ. എന്തെങ്കിലും ഡമ്പാണെങ്കിലും ഭയങ്കര കലമണി ടോയ്ലറ്റിൽ അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അതൊരു ടി വി എറയിൽ, കിരൺ ടി വി എറയിൽ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് അല്ലേ പറയുന്നത്, കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ റോക്ക് ആൻഡ് റോൾ ഗിൽറ്റി പ്ലഷർ. ഗ്യാങ് തന്നെ ഭയങ്കര വൈബാണ്. പടത്തില് ഇതൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഫിലോസഫിക്കൽ ഡയലോഗും വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. പിന്നെ അനൂപ് മേനോനും അങ്ങനെയാണല്ലോ. രഞ്ജിത്തിന്റെ പടമല്ലേ ഇത്? രഞ്ജിത്തിന്റെ പടമാണ്. വിഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? പോണിടൈൽ എനിക്കിഷ്ടം പുള്ളിയുടെ കൂൾ ലുക്കൊക്കെ. കൂൾ വിഗ്. വിഗിന്റെ കാര്യം എനിക്കൊരു ഗിൽറ്റി പ്ലഷർ ഉണ്ട്, ഏഞ്ചൽ ജോൺ. അത് ക്ലാസിക്, അത് നമ്മുടെ ഏറ്റവും ഇൻഫേമസ് ക്ലാസിക്. അല്ല, ഏഞ്ചൽ ജോണിലാണ് തോന്നുന്നു. അല്ല, അൺപെയ്ഡ് ക്യാമിയോ, രജനീകാന്തിന്റെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട് തോന്നുന്നു, 5 സെക്കൻഡ്. അത് ഞാൻ റീൽ എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ മൂവിന്ന് എടുത്താണോ അല്ലെങ്കിൽ പുള്ളി ചെയ്യാൻ സാധ്യത? അത് ഭയങ്കര പാച്ച് പോലെ എന്തോ എഡിറ്റ് എന്തോ ഉടായ്പ പരിപാടിയാണ്. എന്തോ ഒരു ഉടായ്പ പരിപാടിയാണ്. ഇത് എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സംഭവം. അത് അറിയാത്തവർക്ക് പക്ഷെ ആ സമയത്ത് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. സ്മൂത്ത് ട്രാൻസിഷൻ ആണ് അത് സംഭവം. താരാദാസ് ആൻഡ് ബൽറാം, ലൈക്ക് അത് ഗിൽറ്റി പ്ലഷർ ആണ്. ബൽറാം വേഴ്സസ് താരാദാസ്. അതും പിന്നെ തസ്കര വീരൻ. അതിലല്ലേ മറ്റേ മിഷൻ ഇമ്പോസിബിളിന്റെ മാസ്ക് ലൈക്ക് മാറ്റുന്ന സംഭവം. അങ്ങനത്തെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയ സിനിമയാണ് അത്. പിന്നെ അതിൽ വേറെ ഡയലോഗ് ഉണ്ടോ, നീ തന്തയുടെ മോനല്ല തന്തയുടെ മോനാണെന്ന് പറഞ്ഞിട്ടുള്ള എടാ ഇൻട്രാ സീരിയസ്ലി ഷീല അല്ലൊരു ഡയലോഗ് പറയും, മാസ് ഡയലോഗ്. ഞാൻ പണ്ട് പറഞ്ഞിട്ട് തോന്നുന്നു, ലങ്ക അത് പ്ലഷർ മൂവീസ്, അത് ഗിൽറ്റി പ്ലഷർ ആയിട്ട് കൂട്ടാൻ പറ്റില്ല. പ്ലഷർ മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ സംഭവം ചുമ്മാ ലങ്ക അറിയില്ലാത്തവർക്ക് മോസർ ബെയറിന്റെ പഴയ CD ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്. എനിക്കറിയില്ല കേട്ടോ, ഇവരൊക്കെ പറഞ്ഞാണ് എനിക്കറിവ്. സ്പെഷ്യലി ഫോർ ദ ക്ലൈമാക്സ് റീവാച്ച്. അത് പ്രത്യേകതരം കില്ലിംഗ് സീനാണ്. ലൈക്ക് കിസ് ചെയ്ത് എങ്ങനെ കൊല്ലാന്നുള്ള ലോക്ക് ചെയ്താണ് അതില് ക്ലൈമാക്സ്. ലിപ് ലോക്ക് ചെയ്ത് മൗത്തിലുള്ള വിഷം വേറൊരു ഓപ്പോസിറ്റ് പാർട്ട്ണർ കൊടുത്തിട്ടാണ് കൊല്ലണത്. അങ്ങനത്തെ ഒരു ഇന്നോവേറ്റീവ് കില്ലിംഗ് സ്റ്റൈല് ആ പടത്തില്. അത് പറഞ്ഞപ്പോഴാണ് ഡിറ്റക്റ്റീവ് കണ്ടിട്ടില്ലേ? ഇടയ്ക്ക് കാണാറുണ്ട്, മറ്റേ പൈപ്പില് വിഷം കൊടുക്കണല്ലേ. എടാ പക്ഷെ അത് ഗിൽറ്റി പ്ലഷർ ആഡ് ചെയ്യുമല്ലോ. ഡിറ്റക്റ്റീവ് കുറച്ചുകൂടി ബെറ്റർ മൂവി ആണെന്ന് എനിക്ക് തോന്നുന്നത്. ടൂർണമെന്റ് അതേപോലത്തെ ഒരു പടമായിരുന്നല്ലേ? ടൂർണമെന്റ് നല്ല പടം, ബെറ്റർ. പക്ഷെ ഗിൽറ്റി പ്ലഷർ ഒന്നല്ല, റീവാച്ചിനുള്ള പരിപാടിയൊന്നും ഇല്ല. ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ പറയുമ്പോൾ ഈ ബഡാ ദോസ്ത് പോലത്തെ പരിപാടി പറഞ്ഞു, അതാ ഗിൽറ്റി പ്ലഷർ. അത് കുറച്ച് അത് ലെവല് വേറെ. ബഡാ ദോസ്തിലാണോ സിദ്ദിഖിന്റെ മറ്റേ ടെറർ റോൾ ഉള്ളത്? മറ്റേ ഇതടിക്കും മറ്റേ അതിലല്ലേ മറ്റേ അവസാനം മരത്തില് കുത്തി കയറി ചാവണത്. എല്ലാ ക്ലൈമാക്സ് ആണല്ലോ മെയിൻ. മരത്തിൽ കുത്തിച്ച് കയറി ചാവാ, വിഷം കൊടുക്കുക, ലിപ്ലോക്ക് അടിക്കുക. പക്ഷെ ലങ്കത്തെ ഡെത്താണ് ഡെത്ത്. ലങ്കത്തെ ഡെത്താണ് ഡെത്ത്. കിസ്സിങ് അതാണ് ടോപ്പ്. കിസ് ഓഫ് ഡെത്ത് എന്താ പറയാ. സൂര്യ ടിവിയിൽ പിന്നെ ഡബ്ഡ്
സ്പൈഡർമാൻ ഡബ്ഡ് മൂവീസ് ഉണ്ട്. സ്പൈഡർമാന്റെ ഡബ്ഡ് വെർഷൻ ഉണ്ട്. ചിലന്തി മാപ്പിളി സൂര്യ ടിവിയിലും കിരൺ ടിവിയിലും കൊണ്ടുവരുന്നു. അതിൽ സ്പൈഡർമാന്റെ ഡബ്ബ് മലയാളത്തിലുള്ള ഡബ്ബ് സീനാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ലൈക്ക് കിരൺ മറ്റേ കൈരളി ടിവിയിൽ വരുന്ന ഡബ്ഡ് മൂവീസ് ആയിട്ടുള്ള ടഫ് കോമ്പറ്റീഷൻ കൊടുക്കും. അടിപൊളി, അത് പക്ക ഗിൽറ്റി പ്ലഷറാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വരുന്നതിൽ മറ്റേ സ്പൈഡർമാൻ പറഞ്ഞിട്ടൊരു വയസ്സായ ഒരു ലേഡി ഒരു ഗിറ്റാർ വായിക്കുന്ന ഒരു സീനുണ്ട്. ലൈക്ക് പ്രോപ്പർ ഇംഗ്ലീഷിൽ നീ കണ്ട മാർവൽ ഫാൻസിന് മനസ്സിലാവും. ഇതിൽ ലൈക്ക് ആ ഗിറ്റാർ വായിക്കുമ്പോൾ പറയണത് ലൈക്ക് എന്റെ കലിബിലെ വെണ്ണില ഒരു മൂഡ് ലൈക്ക് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ലൈക്ക് പക്ക. പണ്ടത്തെ ഈ സൂര്യ ടിവിയുടെ ഡബ് പടത്തിൽ ശരിക്കും ഇപ്പോൾ ഉള്ള റിനോൺഡ് ആക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട് ചില പടങ്ങളിൽ. ഉണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നു മറ്റേ വേറെ പടം ഉണ്ട് ലൈക്ക് മാജിക് അതില് ഡബ് ജഗദീഷ് ഡബ് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ജനാർദ്ദനൻ ഫോറിൻ ആക്ടേഴ്സിന് ഡബ് ചെയ്യുന്നത്. അത് ഒരു നൈസ് അറ്റംപ്റ്റ് ആയിരുന്നു. അത് ആ പടം അത്യാവശ്യം നൈസ് അറ്റംപ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. മാജിക് എല്ലാ ബാഡും ഈ ഗിൽറ്റി പ്രഷറിലും ഒരു ഗുഡ് പരിപാടി ഉണ്ടാവും. ലൈക്ക് വാട്ട്സ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് ലൈക്ക് എന്താ പറയുക ബാഡ് മൂവി അല്ല ഗുഡ് പാർട്ട് ഇൻ ബാഡ് മൂവീസ്. നിനക്ക് ഫോർ എക്സാമ്പിൾ നിനക്ക് മിക്കയിൽ എന്താണ് നിനക്ക് മിക്കയിലെ ഗുഡ് പാർട്ട് നിനക്ക് ഇതാണ് ഗുൾക്കച്ചക്കയാണ് തോന്നിയിരിക്കുന്നത്. അതാണ് നിനക്ക് തോന്നിയിരിക്കുന്നത്. ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ ചാടി വരുന്ന സീൻ തകിട എനിക്ക് തോന്നുന്നു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി പോയിട്ട് എല്ലാവരും പിന്നീട് ഒരു കാലത്തിന് ശേഷം പൊക്കിപ്പിടിച്ച് BGM ആയിരിക്കും. ക്രിസ്ത്യൻ ബ്രദേഴ്സ് പെർഫെക്റ്റ് ഗിൽറ്റി പ്ലഷർ ആണ്. എനിക്ക് അതിൽ ലൈക്ക് പെർഫെക്റ്റ് ഇൻട്രോ ഹൈപ്പ് അതെല്ലാം അത് നിങ്ങൾ ശ്രദ്ധിച്ച ആ പടം പിന്നെ ഭയങ്കര ട്രെൻഡ് സെറ്ററായി. കൺവിൻസിങ് സ്റ്റാർ തകിട ആ സാധനം ജോഷിയുടെ വൺ ഓഫ് ദ ക്ലാസിക്സ്. യക്ഷിയാനിൽ എന്താ ബെസ്റ്റ് പാർട്ട്? ഓഹോ യക്ഷിയാണ് അതിന്റെ ബെസ്റ്റ് പാർട്ട്. വാർ ആൻഡ് ലവ് ക്ലാസിക്. PVC പൈപ്പ് വെച്ച് AK-47 ഉണ്ടാക്കിയ ഏക ഡയറക്ടറാണത്. ഹെൽമെറ്റ് ഇടുന്നില്ല വാറിന്, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. വേറെ അല്ല അത് ഹെൽമെറ്റിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചില്ലേ. ഹെൽമെറ്റ് ഊരെ സ്പോട്ടിച്ചാവില്ലേ ആരോ അങ്ങനെ ഉണ്ടല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്. ഹെൽമെറ്റ് അവയർനെസ്. വാട്ട് ഡു തിങ്ക് പോലെ ഇങ്ങനത്തെ പടങ്ങളിലെ പ്രജ, പകൽ, നക്ഷത്രങ്ങൾ. പ്രജ ഇസ് മൈ ഫേവറേറ്റ്. പ്രജയും ഉസ്താദും രണ്ടും എന്റെ ഫേവറേറ്റ്. അതെ ഉസ്താദ് ഇസ് റിയലി അത് ഗിൽറ്റി അല്ല, അത് നൈസ് മൂവിയാണ്. പ്രജ ഭയങ്കര അണ്ടർറേറ്റഡ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഡയലോഗ്സ് വിഷയം അതിൻ്റെ അകത്ത് എൻ ഫർഗീസ് ആയിട്ടുള്ള പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രജ എനിക്ക് തോന്നുന്നു ഡയലോഗിന് വേണ്ടി മാത്രം നമുക്ക് ഗിൽറ്റി ആയിട്ട് കാണാവുന്നു മൊത്തത്തിൽ. കാരണം ചുമ്മാ അടിച്ചടിച്ചടിച്ച് ഒരു പാരഗ്രാഫ് പോലെ വിടും. ഹീറോനെ കുറിച്ച് എന്താ അഭിപ്രായം? അത് ഗിൽറ്റി പ്ലഷറിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ എനിക്ക് അറിയില്ല. ആ സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണോ അത് ശരിക്കും? അത് വെറുതെ നീ പറ മനസ്സിൽ പറ, നിനക്ക് എൻജോയ് ഹീറോയില് എനിക്ക് ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. പിന്നെ ഏത് ക്യാരക്ടർ ഹീറോയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു? ടാഴ്സൺ ആന്റണി. ഹീറോ കാണാം ലൈക്ക് അയ്യപ്പ അതിൽ കുറച്ച് പരിപാടി. അല്ല അതിൽ ചാർജ് ആവാന്ന് പറയുന്ന സീനല്ലേ ഏറ്റവും വലിയ ചാർജ് ആവും. അതിനും വലുത് എന്താണുള്ളത്? മോട്ടിവേഷൻ കിട്ടിയില്ല, അത് കണ്ടാൽ മതി. ഇത് സോജപ്പൻ ഫാൻസ് ഉണ്ടോ? സോജപ്പൻ ഫാൻസ് ലൈക്ക് ഷുവർ ലൈക്ക് അതെന്തായാലും ഇപ്പോൾ കറന്റ്ലി റിയോട്ടായി നിൽക്കുകയാണ്. അത് കണ്ടോ സിനിമ കലണ്ടർ? സാഡ്ലി സോജപ്പൻ ഇന്റർവെല്ലിലും മരിക്കും ആ ക്യാരക്ടർ. സെക്കൻഡ് ഹാഫ് ഇല്ല പുറത്തിന്. സെക്കൻഡ് ഹാഫ് ഇല്ലേ? സെക്കൻഡ് ഹാഫിൽ വേറൊരാളെ വരുന്നത്, മുകേഷാണ് ആക്ടർ മെയിനായിട്ട് വരുന്നത്. ലൈക്ക് നവ്യ നായരും. ഞാൻ ഈ പടം കണ്ട പോലെ ആയല്ലോ ഇത് സംസാരിക്കുന്നത്. അല്ല ഞാൻ കാര്യമായിട്ട് പറയാറ്, ഞാൻ ഈ പടം കണ്ടിട്ടുണ്ട്. സോജപ്പനും നവ്യ നായരും ലൈക്ക് റിലേഷൻഷിപ്പിലാവും. സാഡ്ലി പൃഥ്വിരാജിന്റെ ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താ അറിയില്ല, ആ ക്യാരക്ടറിന് ഇന്റർവെല്ലിന് കൊല്ലും ആക്സിഡന്റായി മരിക്കും. അതിനുശേഷം മുകേഷിന്റെ എൻട്രി ഉണ്ടാവും. ആൻഡ് പിന്നെ സോജപ്പനാവും പുള്ളി. പിന്നെ സോജപ്പനെ കുറിച്ച് സംസാരിക്കില്ല, നവ്യ നായർ മുകേഷിന്റെ പിന്നാലെ ആവും. അങ്ങനത്തെ ഒരു അവസ്ഥ. സോജപ്പനാവും പുള്ളി ശരിക്കും. സോജപ്പൻ മരിച്ച ഇല്ല, അത് പ്രേതൊന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവം. സോജപ്പന്റെ ക്യാരക്ടർ പിന്നെ സോജപ്പന്റെ ക്യാരക്ടർ ഡെത്ത്. അപ്പൊ കഥ സോജപ്പന്റെ അല്ല. കഥ സോജപ്പന്റെ അല്ല. കഥ സോജപ്പൻ ഇന്റർവെൽ വരെയുള്ളൂ. ലൈക്ക് എന്താ പറയാ RIP ആവും. അതുപോലെ പിന്നെ ഈ സിനിമ സ്റ്റോണർ മൂവി മറിയം വന്ന് വിളക്കൂ, അത് ഞാൻ എനിക്ക് കാണാനുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ലൈക്ക് കാണുന്നുണ്ട്. നീ കണ്ടിട്ടുണ്ടോ മറിയം വന്ന് വിളക്കൂതി? സ്റ്റോണർ മൂവി നല്ല പടം, ഞാൻ കണ്ടിട്ടുണ്ട്. അത് അതിൽ നമ്പൂതിരി ഫ്രം ബാത്റൂം എന്നൊക്കെ പറഞ്ഞ് അൽതാഫ് സലീം വിളിക്കുന്ന പരിപാടിയൊക്കെ ഹൈയുള്ള പരിപാടി. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. സ്റ്റോൺഫ്ലിക്സ് അങ്ങനെ അധികം വർക്കായിട്ടില്ലല്ലോ ഇന്നേ വരെ ഇവിടെ വർക്കായിട്ടുണ്ടെങ്കിൽ തോന്നുന്നു. കിളിബോയും ഭയങ്കര വർക്കായിട്ടൊന്നുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. അതെ 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 ഭയങ്കര കിളിബോയ് സത്യം പറഞ്ഞാൽ നല്ല എന്റർടൈൻമെന്റ്, രണ്ടും നല്ല പരിപാടിയാണ്. പക്ഷെ രണ്ടും വർക്കായിട്ടില്ല. സ്റ്റോണർ മൂവി അല്ലെങ്കിലും എനിക്ക് സ്റ്റോണർ അല്ല ഗിൽറ്റി പ്ലഷറും അല്ല.
ചുമ്മാ കണ്ടോണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു എറ ഉണ്ടായിരുന്നില്ല, ലൈക്ക് ഭയങ്കര യങ്സ്റ്റേഴ്സും ഭയങ്കര പുതിയ ആൾക്കാരും വന്നിട്ട് കിട്ടില്ല സ്റ്റൈൽ എക്സ്പ്ലോർ ചെയ്ത ഒരു എറ ഉണ്ടായിരുന്നു. അതൊരു എല്ലാവരും ഒരു പടം ചെയ്തിട്ട് അങ്ങനെ പോകും, ലൈക്ക് എന്താ പറയുക, വൺ മൂവി വണ്ടർ പോലെ അങ്ങനത്തെ ഒരു വൈബായി തോന്നുന്നു എനിക്ക് ആ സംഭവം. ശരിയാ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഇത് കനകം കാമിനി കലഹം എനിക്ക് ഭയങ്കര കനകം കാമിനി കലഹം ഗിൽറ്റി പ്ലഷർ. ഐ തിങ്ക് ലൈക്ക് എന്താ പറയുക, ഒരു ബാഡ് മൂവി അല്ല. ബാഡ് മൂവി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് വർക്ക് ആവാത്തവരുണ്ടാവാം. പക്ഷെ ആ എഫേർട്ട് അടിപൊളി. ഇപ്പോഴും കുറെ ആൾക്കാർ റീവിസിറ്റ് ചെയ്യുന്ന പടം. ക്യാരക്ടേഴ്സിന് ഭയങ്കര വെസ് ആൻഡേഴ്സ് മൂഡാണ്. ആൻഡ് ഓൾസോ ലൈക്ക് എന്താ പറയുക, ഒരു ബിൽഡിംഗിൽ ഒരു 10-20 ക്യാരക്ടേഴ്സ് വെച്ചിട്ടുള്ളൊരു മറ്റേ ബൂഡപ്പെസ്റ്റ് ഹോട്ടലിന്റെ ഒക്കെ ഒരു ആ സ്റ്റൈല് ആദ്യം ഇംപ്ലിമെന്റ് ചെയ്ത പടമല്ലേ മലയാളം ആദ്യമായിട്ട് വെസ് ആൻഡേഴ്സൺ സ്റ്റൈലോടെ വരുന്നത്. മൺസൂൺ അത് ഇതിന് മുന്നേ അത് കുറച്ചാള്. ആൻഡ് ഓൾസോ ഇതിൽ നിവിൻ പോളി ലൈക്ക് പുള്ളിന്റെ കംഫർട്ടബിൾ സോൺ നമുക്കറിയാം, പുള്ളിയുടെ സോൺ അതാണ്. പക്ഷെ ആ ജോണറിന് കുറച്ചും കൂടി വേറെ പുള്ളിന്റെ വേറൊരു ടേക്ക് ഉണ്ട്. ലൈക്ക് സ്ഥിരം ഓവർ ദ ടോപ്പ് കോമഡി അല്ലാണ്ട് പുള്ളി ഒരു ഡാർക്ക് ഹ്യൂമർ പിടിച്ചിട്ടുള്ള പരിപാടി. ആൻഡ് ഓൾസോ എന്താ പറയുക, വിനയ് ഫോർട്ട് അല്ലെങ്കിൽ വേറെ ക്യാരക്ടർ. പിന്നെ ഈ രാജേഷ് മാധവൻ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര. ഈ അടുത്ത് ഏതോ ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞില്ലേ, ചില മലയാളി ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് ഒരു ലിമിറ്റ് വിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ സമ്മതിച്ചിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ നിയമോളിന് തോന്നിയിട്ടുണ്ട്. പുള്ളി കുറച്ച് ഓവർ ദ ടോപ്പ് ചെയ്താലേ നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ലവ് ആക്ഷൻ ഡ്രാമ ഒക്കെ എന്റെ ലവ് ആക്ഷൻ ഡ്രാമ ഒരു ഗിൽറ്റി പ്ലഷർ. ഫസ്റ്റ് ഹാഫ് ഗിൽറ്റി പ്ലഷർ ആണ്. സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ലേ? സെക്കൻഡ് ഹാഫ് എനിക്ക് കുറച്ച് ഡിഫറെന്റ് ഒപ്പീനിയൻ ഉണ്ട് ലവ് ആക്ഷൻ ഡ്രാമയിൽ. എന്നാലും ലൈക്ക് ഫസ്റ്റ് ഹാഫ് ലൈക്ക് നിവിൻ പോളി അമ്മ കോംബോ ഭയങ്കര. പുള്ളി പറഞ്ഞാലേ വർക്കാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞ. എനിക്ക് ഈ മെയിൻ പ്രശ്നം ഇപ്പൊ ഈ അടുത്ത് ഓടുംകുതിര കണ്ടപ്പോ എല്ലാവരുടെയും പ്രശ്നം ആയിരുന്നില്ലേ ഓടുംകുതിര. ലൈക്ക് എനിക്ക് തോന്നുന്നു ഓടുംകുതിരയിൽ എനിക്ക് നിവിൻ പോളി ആണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് കുറച്ചും പൊളിയാനെ എനിക്ക് തോന്നിയത്. പുള്ളിയുടെ ടൈലർ മെയ്ഡ് ആയിട്ട് തോന്നണുണ്ടാവും. ലൈക്ക് ആ ക്യാരക്ടർ ബേസിക്കലി ഞണ്ടുകളിലെ മാത്തനാണ്. അതെ. ഞണ്ടുകളിൽ പുള്ളിയുടെ പെർഫോമൻസ് ഉഗ്രം പരിപാടിയായിരുന്നു. ലൈക്ക് പുള്ളിനോട് നമുക്ക് ഇപ്പൊ പുള്ളി ഒരു മോശം ഇത് ചെയ്താൽ നമുക്ക് ദേഷ്യം വരില്ല. അങ്ങനത്തെ ഈ എബിയുടെ ക്യാരക്ടർ ചെറുതായിട്ട് അങ്ങനെയാണ്, കുറച്ച് ഓവർ ദ ടോപ്പാണ്. അത് മോശമായി ചെയ്തു എന്നല്ല, അത് നിവിൻ പോളിക്ക് കുറച്ചുകൂടി കംഫോർട്ട് സോൺ ആയിരുന്നു നിവിൻ പോളിക്ക്. ആൻഡ് ഓൾസോ ലൈക്ക് എനിക്ക് വേറൊരു കാര്യം, അല്ലെങ്കിൽ ലാലിന്റെ കോസ്റ്റ്യൂംസ് ഔട്ട്ഫിറ്റ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ടീഷർട്ട് അത് പുള്ളിയുടെ ഡിസൈൻ ചെയ്ത് വേറെ എവിടെ കിട്ടും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പാട്ടായിരുന്നു. ഇപ്പൊ ഒരു ബാഡ് മൂവി പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് അതിലൊരു ഫേവറേറ്റ് പാട്ട് ഓടുംകുതിര എനിക്ക് ഭയങ്കര വർക്കായോടാ. എനിക്ക് വർക്കായതായിരുന്നു. ഓൾസോ ജസ്റ്റിൻ വർഗീസ് അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. എനിക്ക് കല്യാണിനെ എനിക്ക് ആക്ച്വലി എൻ്റെ വർക്കായി. അത് എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ ആക്ട്രസ് ഇല്ലേ, ആ സെക്കൻഡ് ഹാഫ് എനിക്ക് വർക്ക് ആവാതിരുന്നത് കമ്പാരിറ്റീവ്. ഈ കല്യാണി ഫഹദ് കോംബോ എനിക്ക് സത്യം പറഞ്ഞാൽ വർക്ക്, അവരുടെ ലവ് സ്റ്റോറി വർക്കിംഗ് ആയിരുന്നു. അതാണെന്ന് തോന്നുന്നു ഈ കൊറിയൻ പടത്തിന്റെ പരിപാടി പറഞ്ഞത്. ധ്യാനിന്റെ ട്രാക്ക് കുറച്ച് ഔട്ട് ഓഫ് ദ പ്ലേസ്, അതാണ് കുറച്ച് ട്രാക്ക് ഇട്ടുപോയി തോന്നുന്നത്. പക്ഷെ അത് ഡ്രീം സെനാരിയോ സാധനങ്ങൾ ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു. ഇതുവരെ മലയാളത്തിൽ അടിച്ചിട്ടില്ല. കുറച്ച് ഫക്ഡപ്പായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ കഥ പറയുന്നു എന്നുള്ളൊരു സീൻ. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരു ഭയങ്കര സട്ടിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് അടിപൊളിയായിട്ട് പറയുന്നുണ്ട് പുള്ളിയ പരിപാടികളൊക്കെ. പിന്നെ ലൈക്ക് ഈ കലാമണി എറ ഓർമ്മയുണ്ടോ? ലോകനാഥൻ IAS, ബെൻ ജോൺസൺ IPS, വേറെ ഓർമ്മയുണ്ടല്ലോ MLA മണി 5ാം ക്ലാസ്. MLA IAS IPS എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ലൈക്ക് അതും എനിക്ക് ലൈക്ക് ഗിൽറ്റി പ്ലഷർ ആണ്. പുള്ളിയുടെ ഒരു വൻ ഗിൽറ്റി പ്ലഷർ പടമുണ്ട്, ആരെങ്കിലും കണ്ടോന്ന് എനിക്കറിയില്ല. രക്ഷകൻ എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്, ഇല്ലെങ്കിൽ കണ്ടോ? കിട്ടിയ പടം കണ്ടോ? അത് ലാസ്റ്റ് ഗ്യാസ് ഒക്കെ എടുത്ത് അത് അതിന്റെ VFX ആണ് പ്രശ്നം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രക്ഷകൻ. ഞാൻ പോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ഈ ലോങ് ഹെയർ ഒക്കെ വളർത്തിയിട്ടുള്ള കലമണി വല്ലതും ഉണ്ട് തോന്നുന്നു. എല്ലാ പടത്തിലും കുറെ ഗെറ്റപ്സ് ഉണ്ടാവാറുണ്ട്. രക്ഷകൻ ലാസ്റ്റ് ഗ്യാസ് ഒക്കെ എടുത്ത് വലിച്ചെറിയുന്ന എന്തോ ക്ലൈമാക്സ് ഒക്കെ എൻ്റെ ഒരു ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ഓർമ്മ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ രക്ഷകനെ കുറിച്ച് പറഞ്ഞപ്പോഴേ എനിക്ക് എബ്രഹാം ലിങ്കൺ, പ്രമോദ് പെപ്പാനിക് അപ്രോച്ച് വീണ്ടും ഞാൻ പ്രമോദ് പെപ്പാനിക് ഫാൻ വോയിസ് ആണ് വിചാരിക്കുന്നത് നമ്മൾ. ഏറ്റവും കൂടുതൽ പുള്ളിനെ പറ്റി സംസാരിക്കുന്നത് നമ്മളായിരിക്കും. പിന്നെ ലൈക്ക് ഇക്കന്റെ എന്തെങ്കിലും മൂഡുണ്ടോ? ഡബിൾസ് ഇല്ലേ? അതൊക്കെ കണ്ടിട്ട് പോലുമില്ല. ഐ തിങ്ക് ഫേസ് ടു ഫേസ് ഡബിൾസ്, പ്രൈസ് ദ ലോർഡ്, അതൊക്കെ പുള്ളിയുടെ. ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്. അത് പറഞ്ഞ തേജ ബൈ, പെർഫെക്റ്റ് ഗിൽറ്റി പ്ലഷർ. അതിടയ്ക്ക് കാണാറുണ്ട്. കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് പടത്തില്. ഐ തിങ്ക് ഏറ്റവും കൂടുതൽ കോമഡി ആർട്ടിസ്റ്റുള്ള പുള്ളിയുടെ ഒരു കിടിലൻ ലുക്കുള്ള പടമുണ്ട്, ലണ്ടൻ ബ്രിഡ്ജ്. സ്പൈക്ക് റെഡ് കളറ്
മുടിയും പിന്നെ സ്പൈക്കും അല്ലേ, ബൈക്കൊക്കെ വെച്ചിട്ട് പിന്നെ ഒരു ഷാളും. ഒരു ഫെറാറി ഒക്കെ ഉണ്ട് വിളിക്കും. ഫെറാറി എന്തൊരു കാർക്കില്ലേ? ഞാൻ പടം കണ്ടില്ല, ലൈക്ക് അല്ല എനിക്ക് ആൻഡ്രി ഉണ്ടെന്ന് അറിയാം, പക്ഷേ അതറിയാം കറക്റ്റ് ആയിട്ട്. ആൻഡ്രി ആൻഡ്രി ഉണ്ടെന്ന് അറിയാന്നൊക്കെ. പക്ഷേ എനിക്ക് പടത്തിന്റെ സ്റ്റോറി എന്താണ്, പരിപാടി എന്താ അതൊന്നും ഇല്ല, അറിയാൻ മാത്രം. എന്താ അറിയാൻ, എന്തായാലും ഇവൻ കണ്ടിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ CD അതൊക്കെ മോസർ ബേറാ. മോസർ ബേറിൽ നമ്മൾ കണ്ടേക്കുന്ന പടങ്ങളാണ്. മോസബേരയിൽ ഞാൻ ത്രീ കിങ്സും കണ്ടിട്ടുണ്ട്. ത്രീ കിങ്സ് പെർഫെക്റ്റ് ബ്രെയിൻ റോട്ട് പടം. അത് ഇപ്പോഴും നല്ല പടം, ചീത്തോടാന്ന് പറയുന്നത് ഞാൻ. പിന്നെ ഇത് കൊത്ത കിങ് ഓഫ് കൊത്ത മനസ്സിലുള്ള പറ എന്താ മാസ്റ്റർ പീസ് ആണ്. ആപ്പിൾ രാജു ഫാൻ റിപ്പോർട്ടിംഗ്. കണ്ണൻ ബായ്. എനിക്ക് പക്ഷെ അതിലെ റീ എൻട്രി ഇല്ലേ, അത് ശരിക്കും എനിക്ക് വർക്കായിരുന്നു തിയേറ്റർ. പക്ഷെ തിയേറ്ററിന് ഭയങ്കര പൂരച്ചിരിയായിരുന്നു, അത് വേറെ കാര്യം. ഡബിൾ ബാരൽസ് അങ്ങനെയാ. ഓ ഡബിൾ ബാരൽ അതും നല്ല പടം. അടിപൊളി പടം. പിന്നെ പണ്ടത്തെ ഒരു പടമുണ്ട്, നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, ഈ കുസൃതി കുടുംബം .com എന്ന് പറഞ്ഞിട്ട്. രാജസേനന്റെ അല്ലെങ്കിൽ ഭയങ്കര പഴയ രാജസേനന്റെ പടമല്ലേ? അതെനിക്കറിയില്ല, ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ പടം. പക്ഷെ പീക്ക് ബ്രെയിൻ റോട്ട് അല്ല, രസമാണ്. അള്ളൊക്കെ വെക്കുന്നത് അഡോപ്റ്റ് ചെയ്ത കുറച്ച് ഓർഫനേജ് അങ്ങനെ ഒരു പടമുണ്ട്, കുടുംബം ഗൈസ് എല്ലാരും കണ്ടു. ഭാർഗവ ചരിത്രം, മൂന്നാം കണ്ടം. അത് ഏതെങ്കിലും പടത്തിന്റെ കോപ്പിക്കായിട്ടാണ്? ഞാൻ അതല്ല ചോദിക്കുന്നത്, അത് അതിന് പ്രീക്വൽ എന്തോ ഉണ്ട്. അത് തന്നെ ഒരിടക്ക് അതിന്റെ പ്രീക്വൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടായി. പക്ഷെ അത് പ്രീക്വൽ അല്ല, ഇതൊരു പുതിയൊരു അത് കോപ്പിയുടെയാന്ന് തോന്നുന്നു, ഡയറക്റ്റ് കോപ്പിയുടെയാണ്. പടം ഫണ്ണായിരുന്നു, രസമുണ്ട്. അതും ഒരു ബ്രേവ് പരിപാടിയായിരുന്നു. അത് ശ്രീനിവാസന്റെ ഇങ്ങനത്തെ കുറെ മകന്റെ അച്ഛൻ അച്ഛനൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടവിടെ. അതിഷ്യൻ ക്ലാസിക് ഈ പ്ലഷർ അല്ല, ക്ലാസിക്കാ മലങ്കൾട്ട് ക്ലാസിക് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, റൂമേഴ്സ് ഒക്കെ ഉണ്ട് ലോകയില് വരുന്നു പുള്ളി. നല്ലപോലെ ചെയ്ത സത്യം പറഞ്ഞ വർക്കിംഗ് ക്യാരക്ടർ പരിപാടിയാണ്. ഹൾക്കിനെ പോലത്തെ ഒരു സാധനം നമുക്ക് പണ്ടേ ഉണ്ടെന്ന് പറയാനൊരു ഒരു ഇന്ത്യൻ. എനിക്ക് തോന്നുന്നു മായ ചേച്ചി പറഞ്ഞ ഒരു അലമ്പ് ക്യാരക്ടറിനെ ഇഗ്നോർ ചെയ്ത് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വർക്ക് ആവുന്നു. ഏത് നേരം മായ ചേച്ചി എന്ന് 100 വട്ടം സംസാരിച്ചിട്ട് ആ ക്യാരക്ടർ മൂത്തോന്ന് പറഞ്ഞപ്പോരെ സിമ്പിൾ. മൂത്തവന് വേണ്ടി തിരിച്ചു വരുന്നു, മൂത്തോൻ വിളിക്കുന്നു, അങ്ങനെ കടലിൽ നിന്ന് കേറി വരുന്നു. പിടിച്ചാൽ മതി എനിക്ക് തോന്നുന്നു. ജാക്കി ഷ്രോഫിന്റെ ഡേറ്റ് കിട്ടാൻ പാടായിരിക്കും. ഒരു മിസ്റ്റേക്ക് പിന്നെയും ഈ രാക്ഷസരാജൊക്കെ ആ ടൈമാണോ? അല്ല, അത് രാക്ഷസ രാജാവ് ഇറങ്ങിയ ദിവസമാണ് ചോട്ടാ മുമ്പേ അല്ലേ? ഏത് പടം? രാവണപ്രഭുവും രാക്ഷസ. പിന്നെ നീ ഒരു പടം കൂടി പറഞ്ഞല്ലോ അന്ന് ഇറങ്ങിയെന്ന്, അത് വേണ്ട, രാക്ഷസ റാണിയാ. അത് ഉണ്ടായിരുന്നു 3 പടം ഒരുമിച്ച് ഇറങ്ങിയത്. അതായത് രാക്ഷസ റാണി, രാക്ഷസ രാജാവ്, പിന്നെ അത് ഷക്കീല പടം. സീരിയസ്ലി അത് ഇറങ്ങിയത്. അപ്പൊ ആൾക്കാർക്ക് മാറിപ്പോയിട്ട് രാക്ഷസ രാജാവ് കാണാൻ പകയും പോയവരെല്ലാം അങ്ങനെ. അന്ന് ബിഗ് ഗെയിംസിന്റെ ബിഗ്ഗസ്റ്റ് കോമ്പറ്റേറ്റർ ഷക്കീലായിരുന്നു കേട്ടിട്ടുള്ളത് എൻ്റെ ഒരു ഓർമ്മയില്. ആ ഒരു ടൈമിൽ ഷക്കീല ലൈക്ക് നീ ഒന്ന് ആലോചിച്ചോക്ക്, രാക്ഷസ രാജാവിന്റെ ഒപ്പം രാക്ഷസ റാണി ഇറങ്ങുകയാണെങ്കിൽ അതും അത് നമ്മൾ അഡൽട്ട് കോമഡി എന്തുകൊണ്ട് നല്ല സാധനങ്ങൾ വരുന്നില്ല? ശരിയാണ്. ഐ തിങ്ക് ഒമറുള്ളു ട്രൈ ചെയ്യാണ്ടിരിക്കണാണ് നല്ലത്. എന്റെ കോണ്ടെക്സ്റ്റില് പുള്ളിയില്ല, പക്ഷെ കുറച്ചും കൂടി ഹാപ്പി വെഡിങ് എനിക്ക് ഗിൽറ്റി പ്ലഷറാ. നമ്മൾ എന്നും ചീത്ത പറഞ്ഞിട്ടാണ് നമുക്ക് ചീത്ത പേര്, പക്ഷെ അങ്ങനെ പറയാൻ നൈസാണ്. പക്ഷെ അഡൽട്ട് കോമഡി ഒന്നും അതില് ഇല്ല. അഡൽട്ട് കോമഡി ഞാൻ പറഞ്ഞു എന്താ പറയാ, ഫസ്റ്റ് തൊട്ട് അവസാനം വരെ അഡൽട്ട് ജോക്സും അഡൽട്ടിന്റെ കണ്ടന്റും വെച്ച് പരിപാടി ചെയ്യണ അങ്ങനത്തെ ഒരു മൂഡ് പിടിച്ച അത് പുള്ളിക്ക് തന്നെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും കഴിവ് വേറെ ആർക്കില്ല. ഇത് കണ്ടിട്ടുണ്ട് ലോകയുടെ പുള്ളി ചെയ്ത ഫസ്റ്റ് പടമുണ്ട് തരംഗം. ഞാൻ കണ്ടിട്ടുള്ളത് അതിലാകെ പാട്ട് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എനിക്കാകെ മറ്റേ ക്ലപ്റ്റോമാനിയ ആ പരിപാടി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ പുള്ളിക്കാരി കക്കണത് ആ സംഭവം എനിക്ക് ഓർമ്മയുള്ളൂ. തരംഗം ലൈക്ക് എനിക്കൊരു ബഡ്ഡി കോപ്പ് ഹ്യൂമർ പടമാണ്. ലൈക്ക് ഇറ്റ്സ് ഫൺ, എന്താ പറയാ, നൈസ് പരിപാടിയാണ്. എനിക്കത് ഗിൽറ്റി പ്ലഷറായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ ഉണ്ണിമുന്തനൊക്കെ ഉണ്ട് തോന്നുന്നു വില്ലനൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു മൂഡ് പിടിക്കുന്ന പടമാണ്. ഉണ്ണിമുകുന്ദന്റെ ഇങ്ങനെ കുറച്ച് പടം ഉണ്ട് കേട്ടോ. ഉണ്ണിമുകുന്ദന്റെ എല്ലാം സ്റ്റൈൽ ഡൊമിനിക് അരോണാണ് റൈറ്റർ സ്റ്റൈലിന്റെ. അതിന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞതാ സ്റ്റൈലിന്റെ റൈറ്റർ ഡൊമിനിക് അരോണാണ്. അത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും, പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. നീ നോക്കി നോക്കി. ആക്ച്വലി പടത്തിന്റെ സ്റ്റോറി അടിപൊളിയാണ്. പടത്തിന്റെ സ്റ്റൈലും അടിപൊളിയാണ്. എനിക്ക് എഡ്ഗർ ഓൺലി എനിക്ക് ഓർമ്മ വരുന്നു. മറ്റേ ടോവിനോന്റെ
എനിക്ക് കാറാണോ ഇപ്പോൾ കാറും എനിക്ക് ആ വില്ലൻ റോള് വാങ്ങുന്നു. യെസ്, ഡൊമിനിക് അരുൺ. ഡൊമിനിക് അരുണാണ് സ്റ്റൈലിന്റെ റൈറ്റർ. ഡൊമിനിക് അരുൺ ഒരു ഷൗട്ട് ഔട്ട്. ഞാനിപ്പോഴാണ് അറിയണത് സ്റ്റൈലിന്റെ സ്റ്റൈലിന്റെ റൈറ്ററും തരംഗം ചെയ്ത ആളും ലോക ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ക്രേസി ഗോപാലൻ ഒബ്വിയസ്. ഗോപാല അതിന്റെ ക്ലൈമാക്സ് പോലത്തെ ഇത്രയും ടെൻഷൻ അതിന് ഇത്രയും പരിപാടികൾ എനിക്ക് CID മൂസയുടെ ഒക്കെ ഒരു ഇറക്കിയ ശേഷം അങ്ങനത്തെ അത്രയും ഞാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഹൈ ഉള്ളൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5-6 ഗെറ്റപ്പ് മറ്റേ അങ്ങനത്തെ ഒരു എനിക്ക് ജഗദീനൊക്കെ അടുത്ത് ഭയങ്കര ഇഷ്ടം. മറ്റേ ഇവര് ഇതൊക്കെ ചെയ്യാൻ പോകില്ല, എസ്പെഷ്യലി മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ആരാ ചാക്കോ സെഞ്ചി ചാക്കോ കേറ്റി, ആ ഒരു വേർഡ് പ്ലേ ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാത്ത പടം. സ്പേസ് വരില്ല. ബ്രീത്തിങ് സ്പേസ് പറഞ്ഞു. ചൈന ടൗൺ ആക്ച്വലി എനിക്ക് അതിനേക്കാൾ കുറച്ചും കൂടി ലോ ആയിട്ട് തോന്നിയേക്കണേ. കാരണം കുറച്ച് പിടിക്കാൻ നോക്കിയിട്ട് നമ്മൾ പറയാറില്ലേ, ഹാങ് ഓവർ പിടിക്കാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ കയ്യിൽ നിന്ന് ഹാങ് ഓവറിന്റെ ഒരു ക്രിഞ്ച് വെർഷനാണ് സംഭവം. പക്ഷെ അതിലുണ്ട് ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇപ്പൊ കുറച്ച് ഓഡിയൻസ് ഉണ്ട് ചൈന ടൗൺ. എനിക്ക് കുറച്ചാളുമ്പോൾ വരും, കുറച്ചാളുമ്പോൾ ചൈന ടൗണിൽ ബ്രെയിൻ റോട്ട് ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഓഡിയൻസ് ഒക്കെ ഉണ്ട്. പീക്ക് ബ്രെയിൻ റോട്ട് മലയാളം മൂവി എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന ടൗൺ ചൈന പൗഡർ കഴിക്കുന്നു. എനിക്ക് ഇപ്പോൾ അത്ഭുതമാണ് കിങ്ഡം എന്താണ്. അതെ അതെ, കിങ്ഡം അത് OTT വന്നോ? അത് എപ്പോഴും ഒട്ടും റെസ്പോൺസ് കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വിജയ് ദേവ്ഗോണ്ടന്റെ റീസെന്റ് ബെസ്റ്റ് അതാണ് തോന്നുന്നു. ലൈക്ക് കുറെ കാലത്തിന് ശേഷം മറ്റേ ലൈഗറൊക്കെ ഇറങ്ങിയ ശേഷം കുറെ പരിപാടി ഉണ്ട് ആ പടത്തില്. അതൊരു ഹിറ്റ് ആവേണ്ട ഒരു പടമായിരുന്നു. മറ്റേ ദാക്കു മഹാരാജിനെ പറ്റി എന്താ പറയാ? ദാക്കു മഹാരാജ് ജയ് ബാലയ. എനിക്ക് ബാലയ ഗാരു എന്താ പറയാ, ഹരം ശരിക്കും ആ പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നൈസാണ്. വെയിറ്റിംഗ് ഫോർ അക്കണ്ട 2. അതിന്റെ ട്രെയിലർ ഗൈസ് പ്ലീസ് ഗോ വാച്ച് ഇറ്റ്. അത് അടിപൊളിയാണോ? ഞാൻ മണ്ണ് കണ്ടിട്ടില്ല. എന്റെ പൊന്നെ, എന്നെ കണ്ണടിച്ചു അതിന്റെ ട്രെയിലർ കുറച്ചേരം കണ്ടിട്ട്. എന്തൊക്കെ അതിന്റെ അകത്തുള്ള കളർന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. സുരാജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അത് അങ്ങനത്തെ പടമൊന്നും ഞാൻ അത്രക്ക് അങ്ങനത്തെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ട് അവൻ പറയുന്നത് ഷക്കീല പടം. ഷക്കീല പടം ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഒരു ട്രിവിയ പറഞ്ഞാണ് രാക്ഷസറാണി ട്രെയിലർ കണ്ടിട്ട് പറയണത്. രാക്ഷസറാണി ഞാൻ കണ്ടിട്ടില്ല. സോ കോൾഡ് സിനി ഫയൽ എല്ലാം പുറത്തു വരുന്നു, എല്ലാ സിനിമകളും. ഇത് മറ്റേ പോഡ്കാസ്റ്റ് ആകുമ്പം ഇടയ്ക്ക് അങ്ങോട്ട് കൂടെ മാറി. ഇത് പറ്റില്ല, ഇത് നീ ലോക്ക ഇൻവിഷ്വലി ലോക്ക. ലാഗ് ആവണെന്താ മനസ്സിലായില്ല. കയ്യിൽ പോകുമ്പോഴത്തേക്കും കേബിൾ അങ്ങ് വലിക്കും. ഇതില് ബീപ്പൊന്നുമില്ല, ഇതിലൊന്നും ബീപ്പില്ല ഗൈസ്. ഇതിൽ നമ്മളൊന്നും ബീപ്പിടുന്നതല്ല, എല്ലാ പടങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. സത്യമായിട്ടും ഞാൻ ഷക്കീല പടം കണ്ടിട്ടില്ല. ഞാൻ ഒരു ട്രിവിയ പറഞ്ഞാണ്. ലൈക്ക് വെളിയിലിറങ്ങാൻ സമ്മതിക്കണം, നാട്ടുകാരെ മീറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗുലുമാല ഉണ്ടോ? ഗുലുമാള് അത് മൂടാണ്. എനിക്ക് അതിന്റെ ക്യാമറ എന്താ ഇത്, അത് ഫോണിൽ ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നുണ്ടല്ലേ? ക്യാമറ എന്തോ പറയുമ്പോഴേ എനിക്ക് തോന്നിയത് എന്തോ ഒരു പ്രശ്നം. അതെങ്ങനെ എന്തോ പുള്ളി ക്രിയേറ്റീവ് ആയിട്ട് എന്തോ സീറോ ബഡ്ജറ്റ്. എനിക്ക് മറ്റേ നിങ്ങൾ തരികിടിയോ ഷോപ്പിംഗ് മാളിൽ പോയി അടിപൊളി പരിപാടി. ഈ 3 Kings ഇതേപോലെ ക്യാമറ സ്റ്റൈൽ അങ്ങനെ ആക്കിയേക്കുന്നതാ. പക്ഷെ ഇത് ഷൂട്ട് ചെയ്ത് ആക്ച്വലി എന്തോ ലോ ക്വാളിറ്റി ഡിവൈസിലാണെന്ന് എനിക്ക് തോന്നണം. Nokia N97 ഷൂട്ട് അതേപോലെ എന്തോ ഒരു ഒരു സമയത്ത് ഇങ്ങനെയായിരുന്നു VK പ്രകാശ്. പുള്ളിന്റെ ഫിലിമോഗ്രാഫി ഭയങ്കര വെർസറ്റൈലാണ്. നിർണായകം കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം നിർണായകം. അത് കണ്ടിട്ടില്ലാത്തവർ അടിപൊളി പടമാണ് നിർണായകം. ദൃശ്യത്തിന്റെ കൂടെ ഇറങ്ങിയ സിനിമ നിർണായകം. അത് ഇവിടെ ആലുവ തന്നെ സീനത്തിൽ ഓടുമ്പോ ഇപ്പുറത്ത് വേറെ പരിപാടി കളിക്കായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ല, അത് വേറെ എന്തോ പോസിബിലിറ്റിയിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയിൽ പിന്നെ ഈ ഡബിൾ റോൾ വരുന്ന പടങ്ങളെ പറ്റി എന്താ അഭിപ്രായം? അങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഡബിൾ റോള് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡബിൾ റോളിൽ ഏറ്റവും റീവാച്ച് താരദാസ് ആൻഡ് എന്താ മറ്റേ ആളുടെ പേര് ബൽറാം വേഴ്സസ് താരദാസ് ഇസ് റൊമാൻറ്റിക്. കത്രീന കൈഫ് ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച സിനിമ അതാണ്. അത് മിസ്റ്ററിയാണ് കേട്ടോ സംഭവം. കത്രീന കൈഫ് പോലെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് കത്രീന കൈഫിന്. ആൻഡ് ഓൾസോ മറ്റേ ഒരു ബൈക്ക് ലോട്ടറി കച്ചവടത്തിന് പോകുന്ന അതാ ഞാൻ പറഞ്ഞ ചെറിയുള്ളി 100 സാധനം. അതാ ഞാൻ പറഞ്ഞ മീമ്. അത് ഭയങ്കര, അതൊക്കെയാണ് എന്റെ കോർ മെമ്മറി ആ പടത്തിനെ പറ്റി. ഒരു പടത്തിൽ 2 ക്ലാസിക് ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ റൂയിൻ ചെയ്ത് ഒറ്റ പടത്തിൽ. അതാ ബൽറാം ഒറ്റ പടത്തിലെ ക്ലാസിക് ക്യാരക്ടേഴ്സ് പുള്ളി രണ്ടും കൊണ്ട് ക്രിയേറ്ററിന്
രണ്ടുപേരും ഒരുമിച്ച്. അടുത്തെടുക്കണ്ടല്ലേ അതിനുശേഷം പിന്നെയും വന്നില്ല അത് ഇല്ലല്ലേ മറ്റേ ഇല്ല പിന്നെ ഇതേപോലെ 2 ക്യാരക്ടേഴ്സിനെ റൂയിൻ ചെയ്ത പടം ഉണ്ടായിരുന്നു ഐക്കോണിക്, മറ്റേ കിങ് ആൻഡ് ദ കമ്മീഷണർ. കിങ് ആൻഡ് ദ കമ്മീഷണർ. അത് പെർഫെക്റ്റ്. രണ്ടും ക്ലാസിക് പടം, രണ്ടും കൊണ്ടു നശിപ്പിച്ചു. അതേപോലെ ഉണ്ണി മുകുന്ദൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പടം ഉണ്ടായിരുന്നല്ലേ? അതും എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ, കേട്ട് കേൾവിയുള്ളൂ. അതെ കേട്ട് ഞാൻ ചില പടങ്ങളുണ്ട് നമ്മൾ ഫുള്ള് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ തന്നെ ഈ യക്ഷിഞ്ഞാനും നമ്മൾ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ലല്ലോ. കുറച്ച് സീൻസ് അല്ലേ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോങ് കണ്ടിട്ടുണ്ടാവും. അതേപോലെ അലക്സാണ്ടർ ഗേറ്റ്. ഇതേപോലെ ജയറാമിന്റെ കുറെ പടമുണ്ട്, മാജിക് ലാമ്പ്. മാജിക് ലാമ്പ് നല്ല പടം അന്നത്തെ. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മറ്റേ എന്തോ 4 പേര് 3 പേര് ഫോളോ. അതേപോലെ പുള്ളി ഡബിൾ റോൾ ഉള്ള ഒരു പടം ഉണ്ട്, രഹസ്യ പോലീസ്. രഹസ്യ പോലീസ്. അതും നല്ല പടം തോന്നുന്നു. നല്ല പടമാണ്. ലൈക്ക് അവസാനം സസ്പെൻസ് റിവ്യൂല് ഇന്ദ്രൻസ് അല്ലേ കില്ലറായിട്ട് വരുന്നത്. എനിക്കറിയില്ല അങ്ങനെ ഒരു പടം ഉണ്ടെന്ന് എനിക്കറിയുള്ളൂ. ഞാനത് ഉണ്ട് അങ്ങനെ. പിന്നെ ഒരു എന്തുണ്ട്, ഫിംഗർ പ്രിന്റോ സംതിങ് ലൈക്ക് ദാറ്റ്. ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതും എനിക്ക് തോന്നുന്നു അതും കൊള്ളാവുന്ന ഒരു പടമാണ് തോന്നുന്നു എനിക്കത്. പിന്നെ ഇത് ഇവർ പോക്കിരിയുടെ ഡിപ്പാർട്ടഡിന്റെ അലമ്പ് വെർഷൻ. ഡിപ്പാർട്ടറിന് ഏറ്റവും മോശമായിട്ടുള്ള വെർഷനാണ് ഇവർ പറഞ്ഞിട്ടൊരു പടമുണ്ട്. മറ്റേടാ സ്മാർട്ട് രഘുവാ എന്താ പറയില്ലേ? സ്മാർട്ട് രഘു. രഘുവാണ് പേരുന്നല്ല. അല്ലും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ജയറാമിന്റെ ആ എക്സ്പ്രഷൻ ഇൻവെന്റ് ചെയ്ത പടം അതാണ് തോന്നുന്നു. മറ്റേ അഭിമാനം കൊള്ളുന്ന എക്സ്പ്രഷൻ ഉണ്ട്. കോമഡി എന്ന് വെച്ചാൽ പുള്ളിയെ കണ്ടാലറിയാം പുള്ളി പോലീസ് ഓഫീസറാണെന്ന്. പക്ഷെ ആ കൂടെയുള്ള ഗ്യാങ്ങിൽ ആർക്കും മനസ്സിലാവും, കണ്ടു നമുക്ക് മനസ്സിലാവും. മറ്റേ എന്താ പറയാ ബൂട്ട്, അതെ പോലീസ് ഹെയർ കട്ട്, പിന്നെ മഫ്തിയാണ്. പക്ഷെ ഫുൾ ടൈം മറ്റേ മസിൽ പിടുത്തം. പക്ഷെ ഇവര് റീവാച്ച് ചെയ്ത പടം കേട്ടോ, അത് ഗിൽറ്റി പ്ലഷർ ആണ്. അതും എന്ത് വി കെ പ്രകാശാണ് ഡൗട്ട് കേട്ടോ, എനിക്ക് അറിയില്ല. അതിന്റെ മേക്കിംഗ് സ്റ്റൈല് കുറച്ച് വേറൊരു മൂഡാണ്. സത്യം കണ്ടിട്ടുണ്ടോ? ഗിൽറ്റി പ്ലഷർ നല്ല പടമല്ലേ, നൈസ് പടമല്ലേ? സത്യമാണോ? സത്യം അല്ലല്ല, പൃഥ്വിരാജിന്റെ മറ്റേ കൊച്ചുള്ള പടം. ഇത് മറ്റേ പുള്ളീനെ പുള്ളി വൈബാണ് അതില്. അതിന് പുള്ളി അടിപൊളിയാ. പുള്ളിനെ പോലത്തെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ട്. മറ്റേ CID മൂസയിലെ മറ്റേ എന്താ മറ്റേ പുള്ളിയുടെ പേര് ആദിത്യ, കാതൽ ഇവൻ പറയുന്നത് മറ്റേ സത്യത്തിൽ അതേപോലത്തെ ഒരു ആർട്ടിസ്റ്റ് പുള്ളി ആക്ച്വലി ആശിഷ് വിദ്യാർത്ഥി. മറ്റേ സത്യം മൂവിയിലെ വില്ലൻ മറ്റേ കഴിവരി മോനെ എന്ന് ഏറ്റവും കൂടുതൽ വില്ലൻ അയാളായിരിക്കും. പിന്നെ പുള്ളിക്ക് വേണ്ടി ഒരു BGM ഉണ്ടാവും, ചെവി ഇങ്ങനെ ചൊറി. അതും ഈ പടം വിനയന്റെ കേട്ടോ സത്യം. ഐ തിങ്ക് പോഡ്കാസ്റ്റ് ടേക്ക് ഓവർ ചെയ്യും തോന്നുന്നു. ഹരി സാർ, വിനയൻ സാർ ടേക്ക് ഓവർ ചെയ്ത് അങ്ങനെ. പിന്നെ മഹാവീര്യർ ഞാൻ കണ്ടിട്ടില്ല. മഹാവീര്യർ ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആയിരുന്നു, എനിക്ക് വർക്കായ പരിപാടിയാണ്. അത് പക്ഷെ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആണോ? എന്തോ ഭയങ്കര മിത്താണോ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ? എന്തോ എനിക്ക് ഓർമ്മയുണ്ട്, ക്ലൈമാക്സ് എന്തോ മാറ്റിയിട്ട് 2 വർഷമൊക്കെ ഇറക്കിയിട്ടുണ്ടായി. അങ്ങനത്തെ എന്തോ സ്കീമൊക്കെ ഉണ്ടായി. പോസ്റ്റർ മാത്രം ഓർമ്മയുണ്ട്, ലൈക് സന്യാസി അങ്ങനത്തെ പരിപാടി. അതും ഈ സർവമായയുടെ സാധനം അങ്ങനത്തെ ഒരു റെഫറൻസ്. സർവമായ ഓൾസോ എനിക്ക് തോന്നുന്നു ലൈക്ക് എല്ലാം ഈ മാന്ത്രികം മറ്റേ മന്ത്രം പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അജു വർഗീസ് അല്ലേ അതിനകത്ത് വർക്കാവും തോന്നുന്നു. ലൈക്ക് പുള്ളി പിന്നെ പുള്ളിയുടെ കംഫർട്ട് സോണിൽ എൻ്റർ ചെയ്യും. പുള്ളി കംഫർട്ട് സോണിൽ സ്ട്രോങ് ആണ്. അതെ പുള്ളിയുടെ സോൺ വന്ന പുള്ളി അടിപൊളിയാണ്. പുള്ളി ലിമിറ്റ് ഇല്ലാണ്ട് ചെയ്യുന്ന പെർഫോമറാണ്. ഓൾസോ ലൈക്ക് ക്രൂ ഓൾസോ ഗുഡ് ആണ് തോന്നുന്നു, ലൈക്ക് അഖിൽ സത്യൻ ആൻഡ് ടീം. പിന്നെ കുറെ കാലത്തിന് ശേഷം അജു വർഗീസ് കോംബോ കെട്ട് തിരിച്ചു വരുന്നു. പുള്ളിയുടെ ഒരു എറ തന്നെ അടിപൊളിയായിരുന്നില്ല, വടക്കൻ സെൽഫി. എനിക്ക് തോന്നുന്നു ഈ നിനക്ക് തോന്നുന്നു വെയിറ്റ് ലോസ് ആണ് മെയിൻ ഫാക്ടർ തോന്നുന്നുണ്ടോ, ലൈക്ക് പുള്ളിന്റെ ഡൗൺഫോളിന്? ഓർ വെയിറ്റ് ലോസ് ഒരിക്കലും ഞാനൊരു ഡൗൺഫോൾ തോന്നുന്നു. പുള്ളിയുടെ പീക്ക് ടൈമിൽ പുള്ളി എക്സ്പെരിമെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോണ്ടായിരിക്കാം. ലാലേട്ടൻ ഇതേപോലെ ഒരു ടൈമിൽ സ്ലിം ആയിരുന്നല്ലോ, ഒരു എറ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനും തടിച്ചു തുടങ്ങി. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസിസം പുള്ളിക്കാരന് ഫേസ് ചെയ്യേണ്ടി വന്നില്ല തോന്നുന്നു. ഇപ്പൊ നിവിൻ പോളി ഫേസ് ചെയ്യുന്ന പോലെ ലൈക്ക് എനിക്കറിയില്ല, ഷെയ്മിങ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു ആ സമയത്ത്. ഭയങ്കര പുള്ളിനെ കളിയാക്കുന്ന പോലത്തെ പോസ്റ്റുകളൊക്കെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ റിപ്ലൈ പുള്ളി മറ്റേ ക്യാരക്ടറിൽ കൊടുത്തു. ലിറ്ററലി പുള്ളി പറയുന്നത് ശരിയല്ല, എന്നാലും പുള്ളിയാണ് ആ പടം എന്താ കൊടുത്തത്. അതെ. സോ കമ്മിങ് ബാക്ക് ടു ഗിൽറ്റി പ്ലഷർ, ഈ മറ്റേ പോക്കി രാജ ഗിൽറ്റി പ്ലഷർ ആണ്. പക്ഷെ അത് ഗിൽറ്റി അല്ല, പടമല്ലേ. പുലിമുരുകൻ ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്.
എനിക്കും ഇഷ്ടമാണ്. എടാ പുലിമുരുകൻ എൻ്റെ ഞാനൊരു തിയേറ്റർ വാച്ച് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിൽ പ്രീമിയർ ചെയ്തപ്പോഴൊന്നും ടിവിന്റെ മുമ്പിൽ പുലിമുരുകൻ കാണാനൊന്നും ഞാൻ ഇരുന്നിട്ടില്ല, സത്യം പറയാലോ. ഞാൻ ചില സീക്വൻസ് കാണും. ഞാൻ സീക്വൻസ് കാണും. എനിക്ക് അതിൽ ഇൻട്രോയും ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് റീവിസിറ്റ് ചെയ്യുന്ന കൊച്ചു പയ്യൻ പുലിനെ കൊല്ലണ പരിപാടി. അത് കണ്ടപ്പോ എനിക്ക് ലോകയിലെ സാധനം അതിന് മുന്നേ അത്ര ഹൈ കിട്ടിയ ആ സാധനമാണ്. ആ ഒരു ടെറൈനിലെ മറ്റേ സെയിം പരിപാടിയായിരുന്നു. പിന്നെ കൂളസ്റ്റ് എൻഡിങ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള അതെ പുലിമുരുകൻ നീറ്റ് കൂടാ. അതിലും കുറച്ച് ഡബിൾ മീനിങ്ങും ഇത് പരിപാടികളുണ്ടെന്നുള്ളൂ. വൈശാഖിന്റെ പടങ്ങളുണ്ട് അങ്ങനെ കുറച്ച് എനിക്ക് ഗിൽറ്റി പ്ലഷർ. അതും പുലിമുരുകൻ. വേറെ ഏതാ? രാജാതിരാജ പുള്ളിയുടെ അല്ലല്ലോ, അല്ല അജയ് വാസുദേവ്. ഓ ഷിറ്റ്, ആള് മാറിപ്പോയി. മാസ്റ്റർ പീസ് എനിക്ക് ഇഷ്ടാട്ടോ, ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. മാസ്റ്റർ പീസ് ലൂക്ക് ആന്റണി ക്ലൈമാക്സിൽ അതും ഈ അണ്ടർ കവർ. എനിക്ക് ഈ അണ്ടർ കവറിന്റെ ട്വിസ്റ്റ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ അജയ് ഇടുന്ന മറ്റേ സ്റ്റിക്കർ നീ എനിക്ക് അയച്ചത്. സോറി, ഞങ്ങൾക്ക് റിയൽ വാരിയേഴ്സിന് റിയൽ ഫൈറ്റേഴ്സിന് എനിക്ക് തോന്നുന്നു അതിലൊരു ഗുഡ് പാർട്ട് പറയുന്നത് ഈ റിയൽ വാരിയേഴ്സും റിയൽ ഫൈറ്റേഴ്സും. എനിക്ക് മക്ബൂൽ സൽമാൻ പുള്ളിയാണ് അതിന്റെ മെയിൻ, ലൈക്ക് IPL ടീമിന്റെ പേര് പോലെ. ഇതേപോലെ വേറൊരു പടമില്ലേ, എബ്രഹാമിന്റെ സന്തതികൾ. അത് നൈസ് പടം, അത് എനിക്ക് ഗ്രേറ്റ് ഫാദറിന്റെ 2.0 ആയിട്ടോ തോന്നിയത്. ഗ്രേറ്റ് ഫാദറിനേക്കാൾ ബെറ്ററാണ്. 21ാം നൂറ്റാണ്ട് ഇഷ്ടമാണോ? അത് നിനക്ക് ഇഷ്ടപ്പെട്ട 21ാം നൂറ്റാണ്ട് പ്രണമോലാൽ ട്രെയിനിന്റെ മുകളിൽ കൂടെ ഓടുന്ന പടം. അത് ഡയസറെ കണ്ട പ്രണവ് ഫാൻസ് ഒക്കെ അതൊന്നും കൂടി റീവിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഇത് പൊക്കോളൂ. അല്ല അത് കണ്ടിട്ട് ഇനി പിന്നെ ഡൈസർ ആണല്ലേ. അതെ അപ്പൊ കുറച്ച് മനസ്സിലാവും എത്രത്തോളം. ട്രെയിനിന്റെ മേലെ പുള്ളി റിയൽ ആയിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്താണ്. VFX കൊളവാക്കിയതാണ് സംഭവം. കുറച്ച് റിയൽ പരിപാടി പുള്ളി പിടിച്ചിട്ടുണ്ട്. ആദ്യം പുള്ളി ഈ ട്രെയിനിന്റെ ചെറിയ കുറച്ച് സീക്വൻസ് പുള്ളി ഡ്യൂപ്പില്ലാതെ ചെയ്താണ്. പിന്നെ ഇവര് VFX ചെയ്ത് കുറച്ച് കൊളവാക്കി വിട്ടാണ്. ഡയസർ വർക്കായോ? ഡൈസർ നമുക്ക് മറ്റേ പറയാം, ഇനി വരുന്നല്ലോ, ഇനി എപ്പിസോഡുകൾ വരുന്നുണ്ടല്ലോ, അപ്പൊ പറയാത്. വേറെ റെഡ് ചില്ലീസ് അതിൽ പീക്ക് സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പൂജാ റൂമിൽ മോഹൻലാലിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഉണ്ടെന്ന്. ഇതാണ് ഇന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്ന ചോദിക്കുമ്പോൾ ഇതാണ് എന്റെ ദൈവം പറഞ്ഞിട്ട് പൂജാ റൂമിൽ മോഹൻലാലിന്റെ ഫോട്ടോ ഉണ്ടാവും. അത് കുറച്ച് പീക്കാണ്. അതും കാസനോവയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പുള്ളി പ്ലേ ബോയ് ആയിട്ട് വരുന്ന പടങ്ങളൊക്കെ. പ്ലേ ബോയ് അറിയുണ്ട് പുള്ളിക്ക്. ലൈല അതും അതേപോലെ തന്നെ. ലൈല ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പടമാണ് തോന്നുന്നു എനിക്ക്. റൺ ബേബി റൺ കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ കണ്ടാണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ഇത് പറഞ്ഞപ്പോഴാ ജാക്ക് ആൻഡ് ജിൽ. അതൊന്നും അത് ഗിൽറ്റി പ്ലഷർ ഒന്നും ആഡ് ചെയ്യാൻ പോലും പറ്റില്ല. ടോർച്ചർ. നമ്മൾ ഒരു പടം ഡിലീറ്റ് ചെയ്യില്ല, മൈൻഡിനെ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പടങ്ങൾ. ബ്രെയിൻ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നോക്കണ. എന്താ നിനക്ക് ഗിൽറ്റി പ്ലഷർ ആണെങ്കിൽ അത് പറയാം. ചോദിച്ചതാ, ഞാൻ വ്യത്യസ്തനല്ല അത്ര. പിന്നെ വേറെ ജാക്ക് ഡാനിയൽസ് മറ്റേ ഗോവ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഫോർട്ട് കൊച്ചിയാണ്. ജാക്ക് ഡാനിയൽ ഗോവയാണോ ഫോർട്ട് കൊച്ചി ആയിട്ടാണോ ഗോവ കാണിക്കുന്നത്? ഫോർട്ട് കൊച്ചിയാണ് ഗോവയായിട്ട് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് തോന്നുന്നു. 5 കുര്യൻ അണ്ടർ കവർ പോലീസ് ഓഫീസർ ആയിട്ട് വരുന്നു, മാസായിട്ട്. അതൊക്കെ എനിക്ക് അണ്ടർ കവർ ട്രെൻഡ് ആയിരുന്നു. അർജുനൊക്കെ ഉണ്ട്. അർജുനുണ്ട്. അതിലൊരു സബ്വേ സഫറിന്റെ VFX സീൻ ഉണ്ട്. ലൈക്ക് ഡോറൊക്കെ എടുത്തിട്ട് സ്ലൈഡ് ചെയ്ത് സ്കേറ്റ് ചെയ്ത് പോണ സംഭവം. പെറ്റ് ഡിറ്റക്റ്റീവ് ഉണ്ടോ? ഇല്ല. അത് കുറെ പേർക്ക് ഗിൽറ്റി പ്ലഷർ ആണ് പറയുന്നത്. എനിക്ക് കണ്ടാ കൊള്ളാന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കോമിക് സംഭവമാണ് പറയുന്നുണ്ട് കുറെ പേര്. പെറ്റ് ഡിറ്റക്റ്റീവ് ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ബ്രെയിൻ റോട്ട് പരിപാടിയാണ് തോന്നുന്നത്. എനിക്ക് കുറെ പേര് CID മ്യൂസിക് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഞാൻ കണ്ടു. അങ്ങനത്തെ കമ്പാരിസൺ ഒക്കെ അത് ശരിക്കും നല്ല പടമായിരിക്കും കേട്ടോ. അല്ല അത് അറ്റംപ്റ്റ് അടിപൊളിയായിരിക്കും. സ്ലാപ് സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു. സ്ലാപ് സ്റ്റിക്ക് കോമഡി അടിപൊളി പരിപാടിയാണ്. അങ്ങനത്തെ പടങ്ങൾ പഴയ പ്രിയദർശൻ പരിപാടിയാണ്. അവസാനം എല്ലാരും ഒരു ഗോഡൌണിൽ പോയിട്ട് ഇടിക്കുന്ന പരിപാടി. അത് ഫണ്ണല്ലേ? എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഓർക്കാം. അങ്ങോട്ട് വിടുന്നു, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു. അതൊക്കെ എല്ലാത്തിനും ക്ലൈമാക്സ് ഇങ്ങനെയായിരിക്കും. 20 പേരുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഒരുത്തൻ ഇവനെ അടിക്കാൻ പോകും, അവന്റെ അടി ഇവന് കൊള്ളും. അങ്ങനത്തെ ഒരു വൈബാണ്. ഇപ്പൊ ഈ അറബി ഒട്ടകത്തിൽ ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വർക്കായിട്ടുണ്ട്. പുള്ളി പക്ഷെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്യാവസ് എല്ലാ ആർട്ടിസ്റ്റുകളും കിട്ടുകയും ചെയ്യുമല്ലോ. പുള്ളിക്ക് മാമുക്കോയ, നെടുമുടി വേണം, എല്ലാവരെയും പുള്ളി അടിപൊളി യൂസ് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ അത് കുറച്ചല്ല, ആർട്ടിസ്റ്റിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. പ്രിയദർശൻ പടങ്ങളെല്ലാം പെർഫോമൻസ് ഓറിയന്റഡ് ആണ്. പെർഫോമൻസ് എല്ലാം കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പെഡിക്റ്റേറ്റീവ് വർക്കാത്തത് എനിക്ക് തോന്നുന്നു ആക്ടേഴ്സിന്റെ ക്ഷാമം. ഈ ദ്രോണ എന്താ അവസ്ഥ? കിട്ടില്ല.
കിട്ടില്ല ഡ്രോണ എനിക്ക് ഇഷ്ടം ദ്രോണയൊക്കെ. ഇഷ്ടമാണല്ലോ. അതും ഒരു ഗിൽറ്റി പ്ലസ്. അതിന്റെ ബീജിയം എനിക്ക് തോന്നുന്നു BGM ആണ് എൻ്റെ ഹൈ. ഹൈ പുള്ളിയുടെ ഹൈ അതാണ്. ഞാനൊരു ഹോട്ടലിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് പറഞ്ഞു ഹോട്ടലില് ബാറില് ഇതാണ് എനിക്ക് സോറി കട്ട് ഗൈ ബീപ്പ് ചെയ്തു. ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ലൈക്ക് ആ ഹോട്ടലില് LED സ്ക്രീനിൽ ലൈക്ക് LED സ്ക്രീൻ അല്ല, പ്രൊജക്ടർ വെച്ചിട്ട് ദ്രോണ 4K വെച്ചിട്ട് പ്രീമിയർ. ഒരു ഹോട്ടലിൽ എന്തിനാ അത് പ്രീമിയർ ചെയ്യുന്നത്, അതും വലിയ സ്ക്രീനിൽ. ഓക്കെ നമുക്ക് ഇത് കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി. അതില് ഈ ഫസ്റ്റ് മമ്മൂടെ ഡെത്ത് അടിപൊളിയല്ലേ, നല്ല രസമാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ട് ചുഴി വന്നിട്ട് പുള്ളി അകത്ത് പെട്ടു. ക്രിയേറ്റീവ് ഡെത്ത് അല്ലേ. അതെ അതെ അതെ. അതിലാണ് ലൈക്ക് ഇഫ് യു വാണ്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക് പറയുമ്പോഴേക്കും മറ്റും വെടി വെക്കണം. അത് തല്ല ഒന്നുമില്ല. വേറെ പ്രജാപതിയാ പ്രമാണി മാടമ്പി ഒരേപോലെ രണ്ടും സെയിം യൂണിവേഴ്സ് ആണ്. വേറൊന്നുണ്ട് നസ്രാണി. നസ്രാണി താൻ തോന്നി അത് വേറെ ഒരു യൂണിവേഴ്സ്. അങ്ങനെയാണ്. ഞാൻ പറയാം, അടുത്ത് പറയാം, ഞാൻ പറഞ്ഞുതരാം. പ്രജാപതി നമ്മളിപ്പോ പറഞ്ഞ പ്രജാപതിയും ഇതും നീ പറഞ്ഞ നസ്രാണിയും ഒക്കെ ഒരു സെയിം യൂണിവേഴ്സ് ആണ്. പ്രജാപതി നസ്രാണി അച്ചായി യൂണിവേഴ്സ് ആണ് തോന്നുന്നു. കോട്ടയം അച്ചായി യൂണിവേഴ്സ്. താന്തോന്നിയുടെ കുറെ ആൾക്കാർ 2K പിള്ളേരൊക്കെ എല്ലാവരും പൊക്കി പിടിക്കണ്ടല്ലോ. താന്തോണി വടക്കം കുഞ്ഞ് എന്തായിരുന്നു വടക്ക് പക്ഷെ ആ പടം ഇറങ്ങിയ സമയത്ത് ഹിറ്റല്ലേ. അതെ അതെ ഹിറ്റാണ്. ഈ ചോക്ലേറ്റ് എന്റെ ഭയങ്കര ഗിൽറ്റി പ്ലഷറാ. ചോക്ലേറ്റ് ഗുഡ് മൂവി. ഈ താന്തോണിയുടെ കാര്യം പറഞ്ഞു, ഈ താന്തോണിയുടെ ബീജിയമും പിന്നെ മോഹൻലാലിന്റെ ഷിക്കാർ പറഞ്ഞ മൂവിയുടെ ബീജിയമും ഒരേ ബീജിയമാണ്. രണ്ടിനും ബീജിയം ചെയ്ത് ഗോപിസുന്ദറാണ്. ഈ രണ്ടുപേരും ആരും രണ്ടിനും മേക്കേഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റുള്ള രണ്ടിന് ബീജിയം സെയിം ബീജിയമാണ്. അതന്ന് ഗോപിസുന്ദറിന്റെ ചീത്തപ്പേര് വന്ന വർക്കുകൾ അതൊക്കെ ഗോപിസുന്ദറിനാണ് തോന്നുന്നു. ലൈക്ക് പുള്ളിന്റെ പേര് വന്നോണ്ടിരിക്കുന്നത് തോന്നുന്നു. ഹാപ്പി ഹസ്ബൻഡ്സ് അത് പറഞ്ഞ ഓർമ്മ വന്ന. ഹാപ്പി ഹസ്ബൻഡ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഓ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹാപ്പി ഹസ്ബൻഡ്സ് എനിക്ക് ഗിൽറ്റി പ്ലഷർ. അതില് മറ്റേ ജയറാമിന്റെ ഇങ്ങനെ കണ്ണിങ്ങനെ ആയിട്ടുള്ള ഇമോജിയില് സ്റ്റിക്കർ എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. ജയറാം ഇസ് നോട്ട് കമ്മിങ് ബാക്ക് അല്ലേ. പുള്ളി എല്ലാ പടത്തിലും ഗോ ബാക്ക് ആണ്. തിരിച്ചു പുള്ളി എന്ത് കിട്ടി രക്ഷപ്പെടുന്നില്ല എന്ന് എനിക്ക് ഓസ്ലറിൽ വരും വിചാരിച്ചു. പക്ഷേ ഇല്ല പുള്ളി ശരിയാവുന്നില്ല. ചെറുതായിട്ട് ഓസ്ലറിൽ അതിന് മമ്മൂട്ടിയാണ് നടൻ, പുള്ളിയല്ല. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ജയറാമില്ല. എനിക്ക് ഓസ്ലറിലൊക്കെ ചില സീൻസ് ഒക്കെ എനിക്ക് ഇതേപോലെ തന്നെ ഗിൽറ്റി പ്ലഷർ. ഓസ്ലറിൽ മറ്റേ തൊണ്ടയിലൊക്കെ വെച്ചിട്ട് പാടുന്ന സീൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് ഇതേപോലെ ഈ ഹസ്ബൻഡ്സ് അപ്പഴ ഏതായിരുന്നു ഹസ്ബൻഡ്സ് ഇൻ ഗോവയാണോ? ഹസ്ബൻഡ്സ് യൂണിവേഴ്സിൽ കുറെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല ആ യൂണിവേഴ്സിലുള്ള ഇന്ദ്രജിത്ത് കിഡോ ഫണ്ണി ഇന്ദ്രജിത്ത് മരിച്ചു പോകുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? തിരിച്ചു വരുന്നത്, മരിച്ചിട്ട് എണീറ്റ് വരുന്നത്. അതേത്? കോളേജ് ഡേയ്സ്. അയ്യോ മരിച്ചിട്ട് പുള്ളി എഴുന്നേറ്റ് വരും. കോളേജ് ഡേയ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കോളേജ് കുമാരൻ മറന്നുപോയല്ലോ. ഐ ലവ് യു അതാണ് വിളിക്കുമ്പോ തിരിഞ്ഞു നോക്കിയിട്ട് ഈ സംഭവം ഉള്ളത് ഇങ്ങനെ സ്ക്രീനിലേക്ക് ഇങ്ങനെ അതിലാണോ ആന്റണി പെരുമ്പാവൂർ തംസപ്പ് കൊടുക്കുന്ന സ്റ്റിക്കർ? കോളേജ് കുമാരന്റെ ഇൻട്രോ സീൻ അടിപൊളി കേട്ടോ. ലൈക്ക് കുറെ പച്ചക്കറികളും ചെറിയുള്ളി 100 2.0 ആണ്. എല്ലാം പടവലങ്ങിയൊക്കെ കൈവച്ചിട്ടാണ് ഇൻട്രോ സീൻ. ഇങ്ങനത്തെ ഒരു വേസ്റ്റ് ഇൻട്രോ സീൻ എനിക്ക് തോന്നുന്നു വേറെ കിട്ടാനില്ല സംഭവം. ഐ തിങ്ക് ഇത് ഗിൽറ്റി പ്ലഷർ ഏകദേശം ഇനി പറഞ്ഞ നമ്മൾ പറഞ്ഞോണ്ടേ ഇതും കട്ട് ചെയ്താൽ വേണ്ടി തോന്നുന്നു. ഓക്കെ സോ ഇപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം ഈ എപ്പിസോഡ്, എന്നിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക്ക് സോ അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം ഗൈസ്. ഓക്കെ ബൈ. സീ യു ഗൈസ്. താങ്ക് യു.